ഹലോ ഗൈസ്, വീണ്ടും ഞാൻ റെസിപ്പി വീഡിയോ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ പറയുന്നത് എൻ്റെ മത്തൻ എലിശ്ശേരി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കറിലേക്ക് മത്തനും അതുപോലെ തന്നെ വെള്ളപ്പയർ, എൻ്റെ അമ്മ വെള്ളപ്പയർ ഇട്ടിട്ടാണ് മത്തൻ എലിശ്ശേരി വയ്ക്കാറുള്ളത്. എൻ്റെ അമ്മ രാത്രി വെക്കുന്നതുകൊണ്ട് വെള്ളപ്പയർ രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ രാവിലെ വെക്കുകയാണെങ്കിൽ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിൽ കുറച്ച് കുതിർത്തി വെക്കണം കേട്ടോ വെള്ളപ്പയർ. അപ്പോൾ മത്തനും വെള്ളപ്പയറും കുക്കറിലേക്ക് ഇട്ട ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുക്കർ അല്ലാണ്ടും വയ്ക്കാം, കുക്കറിലാവും പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഇത് പെട്ടെന്നാവാൻ വേണ്ടി കുക്കറിലാണ് വെക്കണത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട ശേഷം ഇനി 2 പച്ചമുളകും കീറിയിടാം. എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. 2 പച്ചമുളകും കീറിയിട്ട ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും. ഇവിടെ അമ്മ കല്ലുപ്പാണ് എടുത്തേക്കണത്. പക്ഷേ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയാലേ അങ്ങനെ എൻ്റെ അമ്മ ചെയ്യണ കുടഞ്ഞാൽ മതി. കുടഞ്ഞ ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ മത്തൻ വെന്ത് കിട്ടും. അപ്പോൾ കുക്കർ അടച്ച് നമുക്ക് അത് വേവാൻ വയ്ക്കാം. ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് അതിൽ അരപ്പും റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു വിസിൽ അത് അവിടെ ഇരുന്നിട്ട് വേവട്ടെ. അപ്പോൾ അരപ്പിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ 2-3-5 ചെറിയുള്ളിയും കൂടി വേണം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് കേട്ടോ അത്. അതും കൂടി ഇട്ട ശേഷം പിന്നെ നമുക്ക് അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് വന്നാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഒരുപാട് പേസ്റ്റ് പോലെ ഉണ്ട്. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലായാൽ മതി. ആ സമയം കൊണ്ട് നമ്മുടെ വിസിലൊക്കെ വന്നു കേട്ടോ. ഒരു വിസിലിന് മതി കേട്ടോ. അതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ മത്തനും വെള്ളപ്പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവുന്നത് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ജാറ് കഴുകി വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ. അത് എടുത്ത് ഒഴിച്ചില്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും. കുറച്ച് വെള്ളം അത് ജാറിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി ഒഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അത് ഒഴിച്ച ശേഷം അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിളച്ച് വരും. ഇപ്പോൾ നമ്മുടെ മത്തൻ എലിശ്ശേരി ഏകദേശം ഇവിടെ ശരിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ പണികളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് താളിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ താളിക്കുന്ന ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് പപ്പടം കൂടി എൻ്റെ അമ്മ കാച്ചിയെടുത്തു കേട്ടോ. പിന്നെ ഡിന്നറിന് ചോറും മത്തൻ എലിശ്ശേരി അതുപോലെ തന്നെ പപ്പടമാണ്. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും ചെറിയുള്ളി ഇതെല്ലാം ഒന്ന് ഇട്ടിട്ട് ആ ചെറിയുള്ളി ബ്രൗണിഷ് കളറാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എല്ലാവരും മത്തൻ എലിശ്ശേരി സാധാരണ എലിശ്ശേരിയൊക്കെ വെക്കണ പോലെ തന്നെ ലാസ്റ്റ് ഈ താളിക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇടുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ അമ്മ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ചെറിയൊരു ബ്രൗണിഷ് കളറാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല മണം വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യണത്. സത്യം പറഞ്ഞാൽ താളിച്ചിട്ട് ഇങ്ങനെ കറിയിലേക്ക് ഒഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തൻ എലിശ്ശേരി ഇവിടെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ആയിരുന്നു മത്തൻ എലിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ വീഡിയോ എടുത്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്നെല്ലാം വേറെ വീഡിയോ ഇട്ടു. ഇന്ന് ഇതിടാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ ഇത് കറിയൊക്കെ ആയ ശേഷം ചോറും മത്തൻ എലിശ്ശേരി അതുപോലെ തന്നെ പപ്പടം പിന്നെ ഉച്ചയ്ക്ക് വെച്ച വാഴക്കുപ്പിരിയൊക്കെ കൂടി കഴിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബായ്.